വർഷങ്ങൾക്ക് മുൻപ് ഒരു 2016 ഞാൻ ഫേസ്ബുക്കിൽ ഓരോന്ന് വിടാറുണ്ട്. അങ്ങനെ അതായത് ഒരു 12 കൊല്ലം മുൻപ് 8 കൊല്ലം മുൻപ് അപ്പോൾ അന്ന് 2016 ഞാനിങ്ങനെ ഫേസ്ബുക്കിൽ ഓരോന്നെല്ലാം വിടാറുണ്ട്, ദൈവികമായ ഓരോ കാര്യങ്ങളൊക്കെ വിടാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ കാനഡയിലുള്ള ഒരു കന്യാസ്ത്രീ ഇത് കാണാറുണ്ട് ഞാൻ വിടുന്നത്. ഞാനറിയില്ല, അങ്ങനെ ആ കന്യാസ്ത്രീ ലൈക്ക് അടിക്കാറുണ്ട്, നന്നായിട്ടുണ്ടെന്ന് പറയാറുണ്ട്, ഫോൺ ചെയ്യാറൊന്നുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരിക്കൽ വീട്ടിൽ കന്യാസ്ത്രീ ഒരു കന്യാസ്ത്രീ, അപ്പോൾ ഞാൻ ഈ കന്യാസ്ത്രീനെ ഞാൻ അറിയില്ലല്ലോ എന്നിങ്ങനെ വിചാരിച്ച് ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ട് നിൽക്കുമ്പോൾ ഒരു കാറാണ് വന്നത്. ഒരു 33 വയസ്സ് തോന്നുന്ന ഒരാൾ കന്യാസ്ത്രീ, പിന്നെ വേറെ ഒരു സ്ത്രീ. അപ്പോൾ ഞാൻ വേഗം ഇറങ്ങിച്ചെന്ന് ഞാൻ ആരാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഓമനയുടെ എല്ലാം കേൾക്കാറുള്ളതാണ്, കാനഡയിലുള്ളതാണ്, സിസ്റ്റിന് വിടാറില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനാണ് ആ ആൾ, എൻ്റെ ചേച്ചിയുടെ മകൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 3 പേരെയും വേഗം വീട്ടിൽ കയറി ഹാളിൽ ഇരുത്തിട്ട് കുടിയും. അപ്പോൾ ഈ എന്നോട് സിസ്റ്റർ എന്നോട് ഇങ്ങനെ തന്നെയായിട്ട് പറഞ്ഞു, ചേച്ചിയുടെ മകനാണ്, ബുദ്ധിമാന്യമം സംഭവിച്ച സുഖമില്ലാത്തതാണ്. അപ്പോൾ 33 നല്ല ഉയരം നല്ല തടിയൊക്കെ ആയിട്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എല്ലാവർക്കും എന്താ കുടിക്കാൻ വേണ്ടതെന്ന് ചോദിച്ചിട്ട് ഞാൻ പോവാണ് ഇരിക്കുകയെന്ന് പറഞ്ഞപ്പോൾ ആ വഴിക്ക് തന്നെ ഈ മകൻ എന്നോട് എഴുന്നേറ്റ് നിന്നിട്ട്, ആൻറ്റി എനിക്ക് കുടിക്കാൻ ജ്യൂസ് വേണം, എനിക്ക് 9 കളറുള്ള ജ്യൂസ് വേണം, എനിക്ക് 9 ഗ്ലാസ് ജ്യൂസ് 9 കളറിൽ വേണം എന്ന് പറഞ്ഞു. കേട്ടപ്പോൾ തന്നെ ഞാൻ പെട്ടെന്നൊരു ഇത് എൻ്റെ മനസ്സിൽ, അപ്പോൾ സിസ്റ്റർ പറഞ്ഞില്ല സുഖമില്ലാത്തതാണെന്ന്. അപ്പോൾ തന്നെ അത് കേട്ട വഴിക്ക് അവർക്ക് 2 പേർക്കും വിഷമമായി, സിസ്റ്റിനും അതുപോലെ തന്നെ അമ്മയ്ക്കും, ഈ മകൻ്റെ അമ്മയ്ക്കും സിസ്റ്റിൻ്റെ ചേച്ചി, ഇവർക്ക് വിഷമമായി. വേണ്ട ഓമനേച്ചി, അതൊന്നും വേണ്ട, അവനങ്ങനെ പലതും പറയും, അതൊന്നും വേണ്ട. എന്നിട്ട് അവനെ മുഖത്തേക്ക് ഇത്തിരി ദേഷ്യത്തിൽ അവനോട്, ചേച്ചിക്ക് ബുദ്ധിമുട്ടാവില്ലേ എന്ന് പറഞ്ഞതിൽ അങ്ങനെ പറയണം അവനോട്, മകനോട്. 33 വയസ്സുണ്ട്, വലിയൊരാളുടെ പോലെ തോന്നുക, വലിയ ഉയരവും തടിയൊക്കെ ആയിട്ട്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞേ, അവൻ എന്നോടല്ലേ ചോദിച്ചത്, എന്തിനാ നിങ്ങൾ ഇതാക്കണേ, എനിക്ക് പറ്റും, ഞാനത് അവൻ പറഞ്ഞ പോലെ ഉണ്ടാക്കി കൊണ്ടുവരാം, അവനുള്ളത് 9 ഗ്ലാസ് 9 നിറത്തിൽ ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരാം. അവൻ്റെ ഒരു അല്പം സന്തോഷം എനിക്ക് നടത്തി കൊടുക്കാനായിട്ട്. അപ്പോൾ ആ തിരുഹൃദയത്തിൻ്റെ ഫോട്ടോ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തിരുഹൃദയത്തിന് ഇങ്ങനെ കാണിച്ചിട്ട് അവനൊരല്പം സന്തോഷം കൊടുക്കുവാനായിട്ട് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം അതെനിക്ക് നടത്തി തരാതിരിക്കില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അപ്പോൾ അവർ പിന്നെ ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ ഞാൻ വേഗം ഒരു 10 മിനിറ്റ് ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ കിച്ചണിൽ പോയി അവനുള്ള 9 ഗ്ലാസ് 9 കളറിലുള്ള ജ്യൂസ്, അതോടൊപ്പം അതിലത്തെ ഒരു കളറ് ഒരു ജ്യൂസ്, ചെറുനാരങ്ങയുടെ ജ്യൂസ് ഇവർക്ക് 2 പേർക്കും എടുത്തു. അവന് എടുത്ത. പക്ഷേ ഞാനപ്പോൾ അടുക്കളയ്ക്ക് പോകുമ്പോൾ ഞാൻ, എൻ്റെ കർത്താവേ, എനിക്ക് സാധിപ്പിച്ച് തരണേ കർത്താവേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉള്ളിലിങ്ങനെ പ്രാർത്ഥിക്കണം. എൻ്റെ കർത്താവേ, ആ മകനൊരല്പം സന്തോഷം കൊടുക്കുവാനായിട്ട് എനിക്ക് സാധിക്കണേ എന്ന് പറഞ്ഞിട്ട് കർത്താവിനോട് ഉള്ളിൽ കിടന്ന് പ്രാർത്ഥിക്കുക ഓരോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ. അപ്പോൾ ആദ്യം തന്നെ ഫ്രിഡ്ജ് തുറന്നു, ക്യാരറ്റ്, ബീട്രൂട്ട്, തക്കാളി, ചെറുനാരങ്ങ, അപ്പോൾ 4 തരമായി, 4 കളറിലുള്ളത്. പിന്നെ നാരങ്ങ മേടിച്ചതുണ്ടായിരുന്നു, നാരങ്ങ, ആപ്പിൾ ഇരിക്കുന്നുണ്ടായിരുന്നു, ആപ്പിൾ കഷ്ണാക്കി, നാരങ്ങ, ആപ്പിൾ, ക്യാരറ്റ്, ബീട്രൂട്ട്, ചെറുനാരങ്ങ.
പിന്നെ 3 തരം അന്ന് കാലത്ത് ചേട്ടൻ ലീവിന് വന്നപ്പോൾ അവിടെ നിന്നുള്ള ടാങ്ക് പൊടി കൊണ്ടുവന്നത് ഉണ്ട്. മഞ്ഞ, പിന്നെ ലൈറ്റ് പച്ച, പിന്നൊരു കളർ, അങ്ങനെ 9 കളറും ടക്കടക്കാന്ന് വെച്ചിട്ട് എനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഓരോന്ന് കഴിയുമ്പോഴേക്കും ഓരോന്ന് മനസ്സിലിങ്ങനെ വരും. അങ്ങനെ 9 കളറും ഉണ്ടാക്കി ആ മകന് ജ്യൂസാക്കി. അതിലത്തെ ഒരു കളറ് ഇവർക്ക് 2 പേർക്കും കൂടി എടുത്തു. അങ്ങനെ ജ്യൂസ് കൊടുത്തു. ആ ജ്യൂസ് കൊടുത്ത് ഈ ട്രയൽ അവൻ്റെ 9ഉം ഇവരുടെ 2 പേരുടെയും കൂടി ട്രയൽ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ തന്നെ ആ മകൻ 33 വയസ്സായ മകൻ, 35-നേക്കാളും താഴെയാണ് വയസ്സെന്ന് തോന്നുന്നു. ആ മകൻ, ഞാനതവിടെ കൊണ്ട് ട്രേ വെച്ചപ്പോൾ തന്നെ ആ മകൻ ഓടി വന്ന് ആൻറ്റി താങ്ക് യു എന്ന് പറഞ്ഞിട്ട് കാല് തൊട്ട് മുത്തി. ശരിക്കും പറയുകയാണെങ്കിൽ ഞാനപ്പോൾ അതിശയിച്ചു പോയി. ജ്യൂസ് കുടിക്കണേക്കാളും മുന്നേ ഈ 9 ഗ്ലാസ് കണ്ടപ്പോൾ തന്നെ ആ മകൻ്റെ ഒരു സന്തോഷവും ഓടി വന്ന് എൻ്റെ കാലുമ അയ്യോ എന്ന് പറഞ്ഞിട്ട് ഞാൻ മാറി നിൽക്കണ്. അപ്പോൾ അത് ഇങ്ങനെ എത്തിച്ചിട്ട് അത് തൊട്ട് മുത്തിയിട്ട് അപ്പം തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചു, എന്നാലും മന്ദബുദ്ധിയായാലും ബുദ്ധിയുള്ള സമൂഹത്തിലെ എത്രയോ ആൾക്കാർ അറിവും ബുദ്ധിയും ഭയങ്കര പഠിപ്പും അറിവും ജോലിയും എല്ലാം വലിയ പൈസയും വലിയ ആൾക്കാരായിട്ടുള്ളവർ എത്രയോ പേര് അവിടെ ആ ലെവലിൽ എത്തുന്ന വരയ്ക്ക് എത്രയോ പേര് ആ ലെവലിൽ എത്തുന്നത് മുൻപ് എന്നെക്കൊണ്ടാവുന്ന കാര്യങ്ങൾ ഞാൻ അവർക്ക് വേണ്ടി ചെയ്ത് ദൈവത്തോട് പ്രാർത്ഥിച്ച് അവരുടെ വിഷമഘട്ടത്തിൽ ഞാൻ അവർക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞാൽ അവരൊരു നിലയിലെത്തുമ്പോൾ നമ്മളെയൊക്കെ മറക്കുകയാണ്. പിന്നെ എന്നാലും ഈ മന്ദബുദ്ധിയായ ഈ മകനെ നന്ദി പറയാൻ ഒരിത്തിരി സന്തോഷം കൊടുത്തപ്പോഴേക്കും നന്ദി പറയാൻ അറിവുണ്ടല്ലോ. അതാണ് ദൈവത്തിൻ്റെ ജ്ഞാനം. ദൈവത്തിൻ്റെ ജ്ഞാനമാണ് നമുക്കെല്ലാവർക്കും വേണ്ടത്. അല്ലാണ്ട് ബുദ്ധിയും നമുക്കെല്ലാം നടത്താനുള്ള കഴിവുണ്ട്, ബുദ്ധിയുണ്ട്, ആർക്കാർക്കും ഇല്ലാത്ത തരത്തിലുള്ള പഠിപ്പുണ്ട്. അതിനേക്കാളെല്ലാം നമുക്ക് വേണ്ടത് അല്പമെങ്കിലും ദൈവത്തിൻ്റെ ജ്ഞാനം ആണ് നമുക്ക് വേണ്ടത് എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചാലാണ്. ഞാൻ ഒന്നും പറഞ്ഞില്ല, ഞാൻ മനസ്സിൽ വിചാരിച്ചു. മന്ദമതിയായ ആ മകനെ എൻ്റെ കാല് തൊട്ട് മുത്താനായിട്ടും പെട്ടെന്നുള്ള സന്തോഷത്തിൽ ആൻറ്റി താങ്ക് യു പറഞ്ഞ് കാല് മുത്താൻ ഉള്ള ആ ഒരു ഇത് വന്നല്ലോ ആ മകനെ എന്ന് വിചാരിച്ച് ഞാൻ ഇത്രയും ചിന്തിച്ചു എന്ന് മാത്രം. അത് കഴിഞ്ഞ് ജ്യൂസൊക്കെ അതാ 9 ഗ്ലാസ് എന്തൊരു വേഗം കുടിച്ചേ, നിർത്തി കുടിക്കുന്നു വിചാരിച്ചിട്ടോ അവിടെ വന്നിട്ട് അതൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഈ സിസ്റ്റർ പറഞ്ഞു, ഞാൻ ഇവിടെ ചേച്ചി മകനെയും കൊണ്ട് വന്നത്. ചേച്ചി അത് മാത്രമല്ല, ചേച്ചിയുടെ ഡോക്ടറാണ് ഈ സിസ്റ്ററിൻ്റെ ചേച്ചി. എന്തിലാണ് സ്പെഷ്യലൈസ് ഇത് ചെയ്തതെന്ന് എനിക്ക് ഓർമ്മയില്ല. നല്ലൊരു ഡോക്ടറാണ്. അപ്പോൾ ഞാൻ ഓമനേച്ചീനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞപ്പോൾ ചേച്ചി മകനെയും കൊണ്ട് വന്നു, ഈ വീട്ടിൽ വന്നു ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ ആദ്യമായിട്ടാണ് ഈ സിസ്റ്ററിനെ കാണുന്നതും സംസാരിക്കുന്നതും. ഫേസ്ബുക്കിൽ ഇങ്ങനെ വിടുന്നു, സിസ്റ്റർ കാണുന്നു, അത് അത്രയ്ക്ക്. അതല്ലാണ്ട് എനിക്ക് സിസ്റ്ററായിട്ട് യാതൊരു കണക്ഷനോ മുൻപരിചയമോ ഒന്നുമില്ല. അങ്ങനെ ഈ ചേച്ചി അപ്പോൾ എൻ്റെ ഭർത്താവ് ഒന്നും ജോലി അവസാനിപ്പിച്ച് വന്നിട്ടില്ല. 2016 അങ്ങോട്ടാണ് അവസാനിപ്പിച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് മുന്നാണ് ഈ സംഭവം ഉണ്ടായേക്കണേ. അപ്പോൾ ഞാൻ എന്നിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ സിസ്റ്റർ പറഞ്ഞു അതിന് വിരോധമില്ല, ഞാൻ പ്രാർത്ഥിക്കാം, നേരം കിട്ടുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു റൂം പോലെ ഉണ്ട്, അവിടെ പോയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അവർ 3 ആളും ഞാനും കൂടി ഈ മകന്, ഞാൻ, മകൻ്റെ അമ്മ, ഡോക്ടർ, സിസ്റ്റർ എല്ലാവരും കൂടി പ്രാർത്ഥന മുറിയിൽ പോയി പ്രാർത്ഥിച്ചു. ആ മകന് വേണ്ടിയിട്ട് ഞാൻ നെറ്റിമ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. പിന്നീട് എനിക്ക് ആ മകൻ്റെ കാര്യങ്ങൾ അതൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ സിസ്റ്റർ ഒരു വോയിസ് മെസ്സേജ് വിട്ടു എൻ്റെ വാട്സപ്പിലേ. അതുവരെ ഞാൻ വിടാറൊക്കെ ഉണ്ടല്ലോ അവരെന്നു. വലിയ വീഡിയോകൾ എനിക്ക് കാണാനായിട്ട് സാധിക്കില്ല, അവിടെ ഭയങ്കര പൈസ അത്ര, നെറ്റ് എടുക്കാനോ ഇതൊക്കെ കാണണമെങ്കിൽ ചെറിയതൊക്കെ ആണെങ്കിൽ പറ്റുള്ളൂ, ഇച്ചിരി ചിലതൊന്നും കാണാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എല്ലാവർക്കും സുഖമല്ലേ എന്ന് ചോദിച്ചു. സുഖമാണ് എന്ന് പറഞ്ഞു. വോയിസ് മെസ്സേജ്
എഴുതിയിട്ട്. അല്ലാതെ എനിക്ക് ആ മകൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഓർത്ത് ആ മകന് നന്ദി പറയാനുള്ള ഒരു മനസ്സുണ്ടല്ലോ, അത് തന്നെ ആ മകനെ ദൈവം ആ മകൻ്റെ അസുഖമെല്ലാം മാറ്റി ദൈവം നോക്കിക്കൊള്ളും ആ മകനെ എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അതായത് കുഷ്ഠരോഗിയെ 10 പേരെ സുഖപ്പെടുത്തിയപ്പോൾ അതിൽ ഒരാൾ മാത്രമല്ല ദൈവത്തോട് നന്ദി പറയാനായിട്ട് കർത്താവിൻ്റെ അടുത്ത് വന്നുള്ളൂ. അതൊക്കെ ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ആ മകന് എന്തായാലും സൗഖ്യം കിട്ടിയിട്ടുണ്ടാവും. ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല. എനിക്കിപ്പോൾ അത് ഒരു കഷ്ടപ്പാട് പോലെ തോന്നിയില്ല. പക്ഷെ പെട്ടെന്ന് 9 കളറെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ 9 ക്ലാസ് 9 കളറിലെന്ന് പറഞ്ഞപ്പോൾ ഞാനും പെട്ടെന്ന് ഒരു പിടിയില്ലാത്ത പോലെ. അപ്പോഴേക്കും അവർ ആ മകനെ ചീത്ത പറയുന്ന പോലെയുള്ള സംസാരം ആ കൂടിയപ്പോൾ എൻ്റെ കർത്താവേ, എനിക്ക് ആ മകന് സന്തോഷം കൊടുക്കാൻ എന്തെങ്കിലും എനിക്ക് കഴിയണേ എന്ന് ഞാൻ ഉള്ളുരുകി ആ നിമിഷം തന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഹോളിൽ തിരുഹൃദയത്തുമ്പോൾ നോക്കിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. അത് പറഞ്ഞു എന്ന് മാത്രം. കർത്താവിൻ്റെ ദിനം. സക്കറിയ 14-ാം അധ്യായം. കർത്താവിൻ്റെ ദിനം. ഇതാ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിൻ്റെ ദിനം. ഇതാ കർത്താവിൻ്റെ ദിനം നിന്നിൽ നിന്ന് എടുത്ത മുതൽ നിന്റെ മുൻപിൽ വെച്ച് തന്നെ പങ്കുവയ്ക്കുന്ന ദിനം വരുന്നു. ഞാൻ സകല ജനതകളെയും ഒരുമിച്ച് കൂട്ടി ജെറുസലേമിനെതിരെ യുദ്ധം ചെയ്യാൻ വരുത്തും. അവർ പട്ടണം പിടിച്ചെടുക്കുകയും വീടുകൾ കൊള്ളയടിക്കുകയും സ്ത്രീകളെ അപമാനിക്കുകയും ചെയ്യും. നഗരത്തിൻ്റെ പകുതി പ്രവാസത്തിലേക്ക് പോകും. എന്നാൽ ശേഷിക്കുന്ന ജനത്തെ നഗരത്തിൽ നിന്ന് വിച്ഛേദിക്കുകയില്ല.